കറുപ്പിന്റെ പേരിലൊക്കെയാണ് ഒരു അധ്യാപകൻ ഒരു BDS വിദ്യാർത്ഥിയെ പരിഹസിച്ചത്. പോത്താണെന്ന് പറയത്ര, പുഴുത്ത പട്ടിയാന്ന് പറയുമല്ലോ. പുതിയ കാലത്ത്, പുതിയ ലോകത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. എപ്പോഴും പരിഹസിക്കും, ബോഡി ഷെയ്മിങ് നടത്തും. നീ കറുപ്പനല്ലടാന്ന് ചോദിക്കും. ജാതിയൊക്കെതിരൊക്കെ വല്ലാതെ പ്രവർത്തിച്ച കുറേ മഹാന്മാരുണ്ടായിരുന്നു മുൻകാലത്ത്. ഡോക്ടർ അംബേദ്കറൊക്കെ എടുത്തുപോയി നമ്മുടെ വിചാരം. നിയമപുസ്തകങ്ങളിൽ മാത്രം മനുഷ്യന്റെ, ഉദ്യോഗസ്ഥന്മാരുടെ, ഉന്നത കുലജാതന്മാരുടെ, വിദ്യാഭ്യാസമുള്ളവരുടെ ഒക്കെ മനസ്സിൽ ഇപ്പോഴും ജാതീയത കുടികൊള്ളുന്നു. അവരുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ് ഈ ഡോക്ടർ. പച്ചക്ക് കറുപ്പും ജാതീയതയും പറഞ്ഞ് പരിഹസിച്ച് ആ കുട്ടിയെ ഒറ്റപ്പെടുത്തിയപ്പോൾ അവന് തോന്നിപ്പോയി തോറ്റു. അങ്ങനെ അവൻ ചാടി ആത്മഹത്യ ചെയ്തു. ആർക്കാണ് നഷ്ടപ്പെട്ടത്? ആ മാതാവിന്റെ പിതാവിന്റെ കരച്ചിൽ കാണാൻ നമുക്ക് പറ്റുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ ചുളിവിൽ അവർ രക്ഷപ്പെടും. ചിലപ്പോൾ തെളിവുകൾ ഉണ്ടാവില്ല, തെളിയിക്കാൻ കഴിയില്ല അത്തരം കേസുകൾ. ജാതീയതൊക്കെ പറഞ്ഞ് ഒറ്റപ്പെടുത്തുമ്പോൾ ഒന്നുകിൽ ഇതുപോലെ മാനസികമായി ദൗർബല്യമുള്ള കുട്ടികൾ ആത്മഹത്യ ചെയ്യും, അല്ലാതെ കുട്ടികളോ ക്രിമിനലുകളാവും. എങ്ങനെയെങ്കിലും അധ്യാപകനെ തല്ലണം എന്നായിരിക്കും അവരുടെ വിചാരം. അധ്യാപകനോട് ബന്ധമുണ്ടാകുന്ന കുട്ടികളെ മൊത്തം അവർ ലിസ്റ്റപ്പെടുത്തും. ഓരോരുത്തരെയായിട്ട് ഉപദ്രവിച്ചു കൊണ്ടിരിക്കും. അവിടെ ഒരു വീരപ്പ രൂപപ്പെടുകയാണ് അധ്യാപകന്റെ ഒരു ഹമുക്ക് തരം കൊണ്ട്. സാമൂഹികമായി ഒറ്റപ്പെടുന്ന കുട്ടികൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകും.